ശക്തി തിരുമകൻ അരുൺ പ്രഭു സംവിധാനം ചെയ്ത് വിജയ് ആന്റണി നായകനായിട്ട് തിയേറ്ററുകളിൽ റിലീസായ പുതിയ തമിഴ് പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് ഇന്ന് ഈ സിനിമയെക്കുറിച്ച്. ചെന്നൈയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും അവിടെ സർക്കാർ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വരുന്ന സാധാരണ ജനങ്ങൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരനായ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള കിട്ടുവിന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. സംവിധായകൻ അരുൺ പ്രഭുവിന്റെ ആദ്യത്തെ പടം അരുവി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതാണ് ഈ പടം കാണാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം. പക്ഷേ ഇതെനിക്കൊരു ആവറേജ് പടമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ മൈൽഡ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഓർക്കുക. വൺ മാൻ അഗൈൻസ്റ്റ് ദ സിസ്റ്റം. സമൂഹത്തിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ പ്രതികരിക്കുന്ന നായകൻ, അഴിമതിയിൽ കുളിച്ച സിസ്റ്റം അത് നന്നാക്കാനുള്ള ശ്രമം, ഇതൊക്കെ തന്നെയാണ് ഈ പടത്തിന്റെ പ്രമേയം. എനിക്കൊന്ന് 1993 ശങ്കർ ഡയറക്ട് ചെയ്ത ജെന്റിൽമാൻ മുതൽ പുള്ളിയുടെ തന്നെ പല സിനിമകളിൽ കാണിച്ചിട്ടുള്ള അതേ പ്ലോട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഇതിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഡയറക്ടർ ശങ്കറിന്റെ ഒരു ഫാൻ ബോയ് ആണെന്ന് തോന്നുന്നുണ്ട്. ശങ്കറിനോടുള്ള ഒരു ആദര സൂചകമായിട്ട് ഒരുക്കിയ സിനിമയാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ ആദ്യത്തെ പടം അരുവി എനിക്ക് കുറച്ച് ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു പടമായിട്ടാണ് ഫീൽ ചെയ്തത്. പടം കണ്ടു കഴിഞ്ഞും എന്തെങ്കിലുമൊക്കെ മനസ്സിൽ അവശേഷിപ്പിക്കുന്ന ഒരു പടമായിരുന്നു. പക്ഷേ ഈ പടം ഒന്ന് കണ്ടു തീർത്താൽ മതി എന്ന മട്ടിലാണ് ഞാൻ കണ്ടു തീർത്തത്. പോസിറ്റീവ്സ് പറഞ്ഞാൽ പ്ലോട്ട് ക്ലീഷയാണെങ്കിലും ഇന്നും സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു പ്രമേയമാണ്. ഫസ്റ്റ് ഹാഫ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഒരുക്കിയേക്കുന്നത്. പിന്നെ പടത്തിന്റെ ക്യാമറ, കളർ ടോൺ, മ്യൂസിക് ഒക്കെ നല്ലതാണ്. ഒപ്പം ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസുകളും സിനിമയിലുണ്ട്. നായകൻ കിട്ടു എന്ന ക്യാരക്ടറായിട്ട് വിജയ് ആന്റണി നീറ്റ് പെർഫോമൻസ് ആയിരുന്നു. വലിയ പെർഫോമൻസിനുള്ള സാധ്യത ഒന്നുമില്ല, ഒരേ ഭാവത്തിൽ വന്നാൽ മതി. പുള്ളിയായിട്ട് തന്നെ വന്നിട്ട് അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പ്രധാന വില്ലൻ ക്യാരക്ടർ അഭ്യങ്കർ ശ്രീനിവാസ സ്വാമിയായിട്ട് വന്നിരിക്കുന്നത് സുനിൽ കൃപലാനിയാണ്. പുള്ളിയും കൊള്ളാം. പിന്നെ ഇതിലൊരു പോലീസുകാരൻ മുടിയൊക്കെ നീട്ടി വളർത്തി താടിയൊക്കെ വെച്ച് വരുന്നുണ്ട്. സംഭവം അൺഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യുന്ന ഈ രഹസ്യ പോലീസ് സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തി പോലീസ് ഫോഴ്സിൽ അനുവദിക്കുമോ എന്ന കാര്യം എനിക്കറിയത്തില്ല. ഇനി അങ്ങേര് വന്നിട്ട് എന്തെങ്കിലും പടത്തിൽ മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഒരാവശ്യമില്ലാത്ത ഒരു നായിക കഥാപാത്രം ഇതിലുണ്ട്. വിജയ് ആന്റണിയുടെ ഭാര്യയായ വെമ്പ് എന്ന കഥാപാത്രം. തൃപ്തി രവീന്ദ്രൻ നടിയാണ് ഈ റോളിൽ വരുന്നത്. ഒരൊറ്റ ഡയലോഗ് മാത്രം കണ്ട പടത്തിൽ പുള്ളിക്കാരിക്കുള്ളൂ. അതുപോലെ തന്നെ ഒന്നും മിണ്ടാത്ത ഒരു പോലീസുകാരിയായിട്ട് വേറൊരു നടിയും ഇതിലുണ്ട്. നടിമാർക്കൊക്കെ മിണ്ടാതെ ഉരിയാടാതെ നിന്നോളണം എന്ന് പണ്ട് മണിച്ചിർത്താഴിലെ നെടുമുടി വേണുചേട്ടനെ കണ്ട് ചരട് കെട്ടി ജപിച്ച് വിട്ടതാണെന്ന് തോന്നുന്നു. പിന്നെ സോണിയാഗാന്ധിയെ പോലുള്ള ഒരു കഥാപാത്രമുണ്ട്. പുള്ളിക്കാരി മാത്രം ഇടയ്ക്കിടയ്ക്ക് വില്ലനെ ഫോണിൽ വിളിച്ച് എന്തൊക്കെയോ മിണ്ടുന്നുണ്ട്. വാഗൈ ചന്ദ്രശേഖർ, മുരുകൻ തുടങ്ങിയവരാണ് മറ്റു വേഷങ്ങളിൽ. ഷെല്ലി ആർ കാലിസ്റ്റ് ആണ് ഇതിന്റെ ക്യാമറ. വിഷ്വലുകളൊക്കെ ക്ലാസ് ആണ്, കളറിങ്ങും കൊള്ളാം. റെയ്മണ്ട് ഡെറിക് ആണ് ഇതിന്റെ എഡിറ്റിംഗ്. ഷൂട്ട് ചെയ്ത ഒരു വിഷ്വൽ പോലും ഒഴിവാക്കരുത് എന്ന് ഓർഡർ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ചില സീൻസ് ഒക്കെ ഓഡിയോയുടെ സ്പീഡൊക്കെ വളരെ കൂട്ടിയിട്ടിട്ട് നിലനിർത്തിയിട്ടുണ്ട്. വിജയ് ആന്റണിയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ പശ്ചാത്തല സംഗീതം. സാമൂഹ്യ പ്രസക്തിയുള്ള സബ്ജക്റ്റ് ആണെങ്കിലും ഒട്ടും എന്റർടൈനിങ് അല്ലാത്ത രീതിയിൽ ഒരുക്കിയതാണ് പടത്തിന്റെ മെയിൻ നെഗറ്റീവ്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ ക്ലീഷേ ടെംപ്ലേറ്റ് കാഴ്ചകളുടെ അതിപ്രസരം. വളരെ ലെങ്തി ആയിട്ടുള്ള, പലയിടത്തും ബോറടിപ്പിക്കുന്ന രീതിയിൽ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്ന കഥ പറച്ചിൽ സ്റ്റൈലാണ്. ഒരു സീരീസിനുള്ള അത്രയും അഴിമതി കഥകൾ ഈ ഒറ്റപ്പടത്തിൽ തന്നെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇത്രയും ലെങ്ത് കൂടാനുള്ള കാരണവും. ഒരുപാട് ഡയലോഗുകൾ, കാര്യങ്ങൾ, ഇതെല്ലാം കൂടി നമുക്കൊന്ന് തലയിൽ കയറ്റാനുള്ള സമയം തരാതെ അത് തന്നെ ഒരു ടയറിംഗ് പ്രോസസ് ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. എന്നാലോ ബേസിക് ആയിട്ട് നായകന് വില്ലനോടുള്ള പ്രതികാരം തീർക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ താനും. അതിനുവേണ്ടിയാണ് ഇത്രയും അഴിമതി കഥയൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 93 മുതൽ നമ്മൾ കാണുന്ന ചില കാഴ്ചകളാണ്. നായകൻ ഇങ്ങനെ സിസ്റ്റത്തോട് പോരാടുന്നു, അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്നു, എന്നിട്ട് വില്ലന്മാർക്കെതിരെയുള്ള തെളിവുകൾ ടിവിയിൽ കൊണ്ടുവന്ന് പബ്ലിക്കായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ റോഡിലും വീട്ടിലും ഒക്കെ നിറയെ ആളുകൾ, അതായത് കുട്ടികളും പ്രായമായവരും എല്ലാവരും ഇങ്ങനെ കണ്ണുമ വെട്ടാതെ നോക്കി നിൽക്കുന്നു. വാട്ട് എ സീൻ! ഫ്രഷ്. നായകന് പെട്ടെന്ന് തോന്നുന്ന പ്രണയവും വളരെ സൗകര്യമായിട്ട് എഴുതിയതിന്റെ ലവ് ട്രാക്കും ഒരു ഇമോഷണൽ കണക്ഷനും തരുന്നില്ല. അതുപോലെ സെക്കൻഡ് ഹാഫിലെ ക്രിപ്റ്റോ കറൻസി എപ്പിസോഡ് ഉൾപ്പെടെ കുറെ സംഭവങ്ങൾ, ലോജിക് ഇല്ലാത്ത കുറെ സീനുകൾ, പിന്നെ ഈ പറഞ്ഞ ലാഗ് എല്ലാം കൂടി കാണുന്ന പ്രേക്ഷകരുടെ ശക്തിയും ഊർജ്ജവും മുഴുവൻ ഊറ്റി കുടിക്കുന്നുണ്ട് ശക്തി തിരുമകൻ. അങ്ങനെ ജെന്റിൽമാന് അന്യനിൽ ഉണ്ടായ ഇന്ത്യൻ തിരുമകനാണ് ഇന്ത തിരുമകൻ. ആകമൊത്തം ടോട്ടലിൽ ഒരു സ്ഥിരം നാട് നന്നാക്കൽ കഥയാണ്. കണ്ടാൽ മറ്റൊരു ശങ്കറിന്റെ പഴയ സ്റ്റൈലിലുള്ള പടം. വലിയ കുഴപ്പമില്ലാതെ എടുത്തു വെച്ച പോലെ തോന്നും. തല്ലിപ്പൊളി പടമല്ല, ഒരു ആവറേജ് പൊളിറ്റിക്കൽ ക്രൈം ഡ്രാമയാണ്. എനിക്ക് പടം കൂടുതലും വിരസതയാണ് സമ്മാനിച്ചത്. 2 മണിക്കൂർ 37 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ അല്ല, പക്ഷെ കുറച്ച് വയലൻസ് ഉള്ളതുകൊണ്ട് 16+ ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി, എന്നാൽ